മലയാള മനോരമ പുതിയ നമ്പറുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇത് വടകരയിൽ UDF സ്ഥാനാർത്ഥിക്കു വേണ്ടി LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നതിന്റെ മറ്റൊരു വേർഷനാണ്. എഴുതിയത് ആ പത്രത്തിന്റെ ആസ്ഥാന രാഷ്ട്രീയ പണ്ഡിത ശ്രേഷ്ഠൻ സാക്ഷാൽ സുജിത് നായർ തന്നെ. ടിയാന്റെ പ്രത്യേക കോളമാണ് കേരള മെയിൽ. അതുതന്നെ ഒരു കോപ്പിയടിയാണെന്ന കാര്യം പോട്ടെ, ആ സാധനത്തിന്റെ ഇന്നത്തെ തലക്കെട്ട് നോക്കൂ. ഇന്ത്യ CPMനെ കുരുക്കുമ്പോൾ എന്ന്. ഓരോ വാർത്തയിലും ലേഖനത്തിലും വ്യാജ സൃഷ്ടികളിലുമെല്ലാം CPMന് കുരുക്കുമുറുകി, നേതാക്കൾക്ക് കുരുക്കുമുറുകി എന്നത് വലതു മാധ്യമ നിഘണ്ടുവിലെ ഒഴിച്ചുകൂടാനാകാത്ത വാക്കായി മാറിയത് നാം മറക്കേണ്ട. അപ്പോൾ ഈ കുരുക്കുമ്പോൾ എന്ന തലക്കെട്ടിലും വാർത്താ വിചാരണ അത്ഭുതപ്പെടുന്നില്ല. പൊതു തെരഞ്ഞെടുപ്പിൽ ബംഗാളിലും ത്രിപുരയിലും ഇതാദ്യമായി കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായതോടെ CPMന്റെ കോൺഗ്രസ് വൈര്യം കേരളത്തിൽ ഒതുങ്ങുന്നു. BJPയെ താഴെ ഇറക്കുക എന്ന ഒരേ ലക്ഷ്യത്തിനായി തുഴയുന്നവരിൽ ശക്തന്റെ കൂടെ നിൽക്കാമെന്ന തീരുമാനം കേരളത്തിലെ വോട്ടർമാർ എടുക്കുമോ എന്ന ചോദ്യം മുമ്പില്ലാത്ത വിധം CPMനെ അലട്ടുന്നുവെന്നാണ് നായരുടെ കണ്ടുപിടുത്തം. അല്ല നായരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? മറന്നുപോയോ? അന്ന് താനൊക്കെ എഴുതിയത് വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിഡ്ഢികളായ വോട്ടർമാരെ വീണ്ടും വിഡ്ഢികളാക്കാമെന്ന ആ മോഹം കയ്യിലിരിക്കട്ടെ. താനൊക്കെ പറയുന്നതും വിശ്വസിച്ച് വോട്ട് ചെയ്ത് അയച്ച 18 പാഴുകളെ 5 കൊല്ലം സഹിച്ചവരാണ് വോട്ടർമാർ. BJPക്കെതിരെ നടുനിവർത്തി ഒന്നും മിണ്ടാത്തവർ, സംസ്ഥാനത്തിന് വേണ്ടി വാ തുറക്കാത്തവർ, സംസ്ഥാന നിലപാടിനെതിരെ മാത്രം നിന്നവർ, അവരാണ് തുഴയുന്നവർ ശക്തൻ എന്ന ആ കണ്ടുപിടുത്തം മനോഹരമാണ്. അല്ല നായരെ, ബംഗാളിൽ CPM കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായതാണോ അതോ കോൺഗ്രസ് CPM സഖ്യത്തിന്റെ ഭാഗമായതാണോ? അവിടെ സുജിത് നായരുടെ കോൺഗ്രസ് CPMന്റെ ജൂനിയർ പാർട്ണർ അല്ലേ? ത്രിപുരയിൽ നായരുടെ പാർട്ടി നേതാക്കൾ അപ്പാടെ BJPയിലേക്ക് ഒലിച്ചു പോയതല്ലേ? അവിടെയും നിങ്ങൾ CPMന്റെ ജൂനിയർ പാർട്ണർ അല്ലേ? ബീഹാറിൽ നിങ്ങളും ഇടതുമെല്ലാം RJDയുടെ ജൂനിയർ പാർട്ണർ അല്ലേ? നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലും അതല്ലേ സ്ഥിതി? UPയിൽ നിങ്ങൾ SPയുടെ കൃപയിലല്ലേ? മഹാരാഷ്ട്രയിലും നിങ്ങൾ NCP, ശിവസേന, ഉദ്ധവ് താക്കറെ പക്ഷം എന്നിവരുടെ കീഴിലല്ലേ? ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പാർട്ണർ അല്ലേ? ആന മെലിഞ്ഞതൊന്നും സുജിത് നായർ അറിയാത്തതാണോ? ആ കോൺഗ്രസ് കരുത്തരാണെന്ന് എഴുതുന്നതിന് മനോരമ നൽകുന്ന ചില്വാനത്തിന് പുറമെ ശാസ്തമംഗലത്തെ KPCC ആസ്ഥാനത്ത് നിന്നും ചില്ലറ തടയാതിരിക്കില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതുമ്പോൾ കൈ വിറക്കില്ലേ? അതോ കൈ വിറക്കാതിരിക്കാൻ കാലത്ത് തന്നെ 2 എണ്ണം വീശുന്നുണ്ടോ? അതോ പുകയാണോ? അതല്ലെങ്കിൽ ബംഗാളിൽ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം മത്സരിക്കുന്നത് കോൺഗ്രസ് പിന്തുണയോടെയാണെന്ന് എഴുതുന്ന ലേഖകന് അവിടുത്തെ PCC പ്രസിഡന്റ് അധീർ രഞ്ജൻ ചൗധരി മത്സരിക്കുന്നത് CPM പിന്തുണയോടെയാണെന്ന് എഴുതാനാകാത്തത് എന്തുകൊണ്ടാകും? ഇതാണ് മനോരമയുടെയും സുജിത് നായരുടെയും മാധ്യമ ധർമ്മം.